അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഖുർആൻ സദ്വചനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിശുദ്ധ റമദാനിൻ്റെ ഈ പുണ്യ ദിനരാത്രങ്ങളിൽ നമ്മൾ ഖുർആനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിലെ വ്യത്യസ്തമായ ആശയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പഠിക്കാനും പകർത്താനും പടച്ചതമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് സൂറത്ത് തലാഖിലെ ഏതാനും വചനങ്ങളാണ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ ആയുധമായി കരുതേണ്ട രണ്ട് സംഗതികളെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. ഒന്ന് തവക്കുൽ, മറ്റൊന്ന് തഖ്വ. ഇത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് നമ്മൾ ഗ്രഹിച്ചിരിക്കുന്നത്. ഇന്ന് സൂറ ലുഖ്മാനിലെ വചനമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത്. സൂറ ലുഖ്മാൻ മുൻകഴിഞ്ഞ എപ്പിസോഡുകളിൽ ഒന്നിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അത് ലുഖ്മാൻ എന്ന ദിവ്യപുരുഷൻ്റെ, പുണ്യപുരുഷൻ്റെ മകന് നൽകുന്ന സാരോപദേശവുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു നമ്മൾ നടത്തിയിരുന്നത്. 8ഓളം സാരോപദേശങ്ങൾ മകന് നൽകുന്നുണ്ട് ലുഖ്മാൻ. അതിലെ അവസാനത്തെ സാരോപദേശമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ലുഖ്മാനെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അദ്ദേഹം ഒരു നീഗ്രോ വംശജനായിരുന്നു, അടിമ വംശജനായിരുന്നു. അപ്പോൾ സമൂഹത്തിലെപ്പോഴും ഈ ഉന്നത കുലജാതൻ്റെ, പ്രമുഖരുടെ പ്രാധാന്യം പലപ്പോഴും അവർക്ക് കിട്ടാതെ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അവഗണന നേരിട്ട ഒരു ആളായിരുന്നു ലുഖ്മാൻ. പക്ഷേ അറിവുകൊണ്ടും കഴിവുകൊണ്ടും അതിനെയെല്ലാം, ആ അവഗണനയെല്ലാം നിഷ്പ്രഭമാക്കി ഒരു വെളിച്ചമായി സമൂഹത്തെ സ്വാധീനിച്ച ഒരു മനുഷ്യനായിട്ടാണ് ഖുർആൻ ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിയായി, ഒരു സ്വാധീനിക്കപ്പെട്ട, സമൂഹത്തെ, സമുദായത്തെ, നാടുകളെ സ്വാധീനിച്ച ഒരു മനുഷ്യനായിട്ടും ലുഖ്മാനെ അവതരിപ്പിക്കുകയാണ്. മകന് നൽകിയ അവസാനത്തെ സാരോപദേശം ഖുർആനിൽ ഇങ്ങനെ കാണാം. നമുക്ക് ആ വചനത്തിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تسعر خدك للناس ولا تمش في الأرض مرحا إن الله لا يحب كل مختال فخور واقصد في مشيك واغضض من صوتك إن أنكر الأصوات لصوت الحمير. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ വചനത്തിൽ ലുഖ്മാൻ മകന് നൽകുന്ന ഉപദേശം ഇങ്ങനെയാണ്: വലാ തുസഇർ ഖദ്ദക ലിന്നാസ്. ജനങ്ങളോട് മുഖം തിരിച്ച്, മുഖം ചുളിച്ച് കളയരുത്. ജനങ്ങളുടെ വാക്കുകളെ മുഖവിലക്കെടുക്കാതിരിക്കരുത്. വലാ തംശി ഫിൽ അർളി മർഹ. നെഗളിച്ചുകൊണ്ട് അഹങ്കാരിയായി ഭൂമിയിലൂടെ നടക്കുകയും ചെയ്യരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അള്ളാഹു ഒട്ടും ഇഷ്ടപ്പെടാത്ത ആളുകളാണ് പൊങ്ങച്ചക്കാരും അഹന്ത നടിക്കുന്നവരും. ഇത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട ഒരു ഉപദേശമാണ്. നമ്മൾ ആത്മീയമായിട്ട് ഒരുപാട് അറിവ് നേടിയ ആളാണെങ്കിൽ പോലും, അത് പണ്ഡിതനാവട്ടെ, വലിയ നേതാവാവട്ടെ, ആത്മീയ രംഗത്തും മതപ്രബോധന രംഗത്തും സേവന രംഗത്തൊക്കെ തിളങ്ങുന്നവരാവട്ടെ, അവരുടെ ഒരു പാർഷ്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് വലിയൊരു ക്രൈമായിട്ടാണ് ഖുർആൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്.
നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്ക് പുനഃപരിശോധിക്കാവുന്നതാണ്, ആലോചിക്കാവുന്ന കാര്യമാണ്. ഒരു ക്ഷണിക്കപ്പെട്ട സദസ്സിൽ നമ്മൾ പലരെയും സ്വീകരിക്കുമ്പോൾ ആളുടെ നിലയും വിലയും പ്രാധാന്യമൊക്കെ നോക്കിയിട്ടാണ് നമ്മളെ സ്വീകരണം പോലും. ഒരു കല്യാണത്തിനാണെങ്കിലും ഒരു പൊതുപരിപാടിയിലാണെങ്കിലും നമ്മളൊരു സൗഹൃദ സംഗമത്തിലാവുമ്പോഴും ചിലരെ വളരെ ഊഷ്മളമായി നമ്മൾ സ്വീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യും. ചിലരെ കണ്ടില്ലെന്ന് നടിക്കുമെന്ന് പറയുന്നില്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ കാണാത്ത പോലെ ആക്കി കളയും. കാരണം അവരോട് സംസാരിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല, നമ്മുടെ സമയം കളയണ്ട എന്നൊരു സ്വാർത്ഥബോധമാണത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല, അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്നാണ് മകനെ പഠിപ്പിക്കുന്നത്. അതിലൂടെ ലോക ജനതയെ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് നേരെ മുഖം തിരിക്കരുത്, മുഖം ചുളിച്ച് കളയരുത്, അവരെ പുച്ഛിക്കരുത്, വലുപ്പം നോക്കാതെ അവരെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവർക്കും കഴിയണമെന്നില്ല. അത് ഏറ്റവും സാത്വികനായ ഉയർന്ന സാംസ്കാരിക ബോധമുള്ളവർക്ക് മാത്രമേ അത് സാധിക്കൂ. ജീവിതത്തിൽ നമ്മൾ കാണാറില്ലേ, പലപ്പോഴും നമ്മൾ വലിയ ആരാധനയോടെ സ്നേഹത്തോടെ കാണുന്ന വ്യക്തികൾ, അവരുടെ പെരുമാറ്റം ഒരു വസ്തുവിന് കൊള്ളൂല. അവരുടെ എഴുത്ത്, അവരുടെ സിനിമ, അവരുടെ പ്രസംഗം, അവരുടെ പ്രവർത്തനങ്ങൾ ഒക്കെ വലിയ കാര്യമായിട്ടാണ് ആഘോഷിക്കപ്പെടുക. പക്ഷേ നമുക്ക് അടുത്തറിയുമ്പോൾ അവർ വളരെ നിസ്സാരനാണെന്ന് നമ്മൾ തോന്നിപ്പോകുന്ന, അവരോട് പുച്ഛം തോന്നുന്ന പല അനുഭവങ്ങളും നമ്മൾ നേരിട്ടിട്ടുണ്ട്. എനിക്കുണ്ടങ്ങനെ അനുഭവം, അതുപോലെ എല്ലാവർക്കും ആ അനുഭവം ഉണ്ടാവും. നമ്മൾ വലിയ ഇഷ്ടത്തോടെ ഒരാളെ സമീപിക്കുന്നു, അയാളുടെ എഴുത്ത് വായിച്ചിട്ട് അങ്ങോട്ട് പോയാൽ അയാളുടെ വാക്കുകൾ അത്രയും വൃത്തികെട്ട വാക്കുകളാണ് ഉപയോഗിക്കുക. ഒന്ന് മുഖത്ത് നോക്കി സംസാരിക്കാൻ, പുഞ്ചിരിച്ച് സംസാരിക്കാൻ പോലും അവർക്ക് അഹങ്കാരമായിരിക്കും. ഇവനോടൊന്ന് ചിരിച്ചാൽ എൻ്റെ വില നഷ്ടപ്പെട്ടു പോകുമോ എന്ന് കരുതിയിട്ട്. പ്രത്യേകിച്ചിട്ട് ചില മുതിർന്നവർ കുട്ടികളെ പരിഗണിക്കുകയേ ചെയ്യില്ല. കുട്ടികളിപ്പോൾ പള്ളിയിലൊക്കെ വന്നാൽ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത്, കുട്ടികൾ വന്നാൽ മുന്നിലേക്കൊന്നും അടുപ്പിച്ച് നിർത്തൂല. അപ്പം അങ്ങനെ ഒരു പള്ളിയിൽ മുതിർന്നവർക്ക് മുന്നിൽ സ്ഥാനം, കുറച്ച് പൈസക്കാർക്ക്, കുറച്ച് പണക്കാർക്ക്, കുറച്ച് രാഷ്ട്രീയക്കാർക്ക്, പ്രമാണിമാർക്കൊക്കെ മുന്നിൽ സ്ഥാനം അങ്ങനെയൊന്നുമില്ല. എല്ലാവരും തുല്യരാണ്. പള്ളിയിലെത്തിയാൽ പടച്ചവൻ്റെ അടുത്ത് തുല്യ സ്ഥാനമാണ്. അപ്പോൾ കുട്ടികൾ അങ്ങോട്ട് മാറ് ഇങ്ങോട്ട് മാറുന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുകയും അകറ്റുകയൊക്കെ ചെയ്യുന്ന രീതിയുണ്ട്. അത് പ്രവാചകൻ ജീവിതത്തിൽ വലിയ വെറുക്കുന്ന കാര്യമാണ്. സദസ്സിലേക്ക് വരുമ്പോൾ കുട്ടികളെ പ്രത്യേകം പരിഗണിച്ചിരുന്നു. അപ്പോൾ ആരെങ്കിലും കണ്ടാൽ അണച്ചു പൂട്ടി ചുംബിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഏതൊരു സഹാബി പറഞ്ഞു, എനിക്ക് ഒരുപാട് കുട്ടികളുണ്ട്, എൻ്റെ മക്കളെ തന്നെ ഞാൻ ചുംബിക്കാറില്ല എന്ന് പറയുമ്പോൾ പടച്ചവൻ്റെ ശിക്ഷയെ തൊട്ട് നിങ്ങൾ പേടിക്കുക എന്നാണ് പറഞ്ഞത് പ്രവാചകൻ. അപ്പോൾ കുട്ടികളോട് കരുണ കാണിക്കാതെ ക്രൂരത കാണിക്കുന്നവർ, അല്ലെങ്കിൽ ചിലപ്പോൾ സൗകര്യം കുറഞ്ഞവരെ നമ്മൾ സദസ്സിൽ നിന്ന് പരിഗണിക്കാതിരിക്കുക, അത് പ്രവാചകന് ഇഷ്ടമില്ലായിരുന്നു. ഏറ്റവും നിന്ദ്യമായ ഒരു സൽക്കാരം, വിരുന്ന് എന്ന് പറയുന്നത് പാവപ്പെട്ടവനില്ലാത്തൊരു സൽക്കാരമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇഫ്താറിലൊക്കെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, പ്രമുഖന്മാരെ പരമാവധി പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഇഫ്താർ വിരുന്നിൽ ഇത്ര പ്രമുഖന്മാർ സംബന്ധിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു റീലൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു സ്റ്റാറ്റസൊക്കെ വെച്ച്. അപ്പോൾ അവിടെയാണെങ്കിൽ പാവപ്പെട്ടവർ തീരെ അവഗണിക്കുകയാണ്. ഇനി ആരെങ്കിലും വന്നാൽ തന്നെ അവർക്ക് വലിയൊരു പ്രാധാന്യം, ഒന്നിച്ചിരുന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഫോട്ടോ എടുക്കാനും അവരെ ചേർത്ത് പിടിക്കാനും ആർക്കും താല്പര്യം കാണില്ല. അപ്പോൾ ഈ ആയത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മർഹ, ഭൂമിയിൽ നെകളിച്ചുകൊണ്ട് അഹങ്കാരിയായി നടക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ അവന് കുറച്ച് പൈസയുണ്ട് എന്ന ഒരു ബോധത്തിൽ, സ്വാധീനം ഉണ്ട് എന്ന ബോധത്തിൽ അവൻ അഹങ്കാരിയായിട്ട് നടക്കുന്നു. അപ്പോൾ അഹങ്കാരിയായിട്ട് നടക്കുമ്പോൾ നമ്മൾ ഖുർആൻ ഓതിയത് കൊണ്ട്, നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ട്, നമ്മൾ മറ്റെന്ത് കാര്യങ്ങൾ ചെയ്തു വെച്ചാലും അണുമണി തൂക്കം അഹങ്കാരമുണ്ടെങ്കിൽ അവൻ നിഷേധിയായി, അവൻ ജീവിതത്തിൽ നിന്ന് പരാജയപ്പെട്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം പറയാണ്, ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. മുഖ്താൽ എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം നടിക്കുന്ന ആൾ, പൊങ്ങച്ചക്കാരൻ. ഫഖൂർ അഹന്ത കാണിക്കുന്നവൻ. അപ്പോൾ പൊങ്ങച്ചക്കാരനെ പടച്ചവൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മകനോട് പറയുന്നത്, നീ എന്തെന്ത് നേട്ടങ്ങൾ കൈവരിച്ചാലും ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും നീ അഹങ്കാരിയും പൊങ്ങച്ചക്കാരനും ആവരുത്.
എത്രത്തോളം നീ കഴിവാർജിക്കുന്നുവോ, സമ്പത്താർജിക്കുന്നുവോ, നീ സമൂഹത്തിലെ ഉന്നത നിലയിലെത്തുന്നുവോ അത്രത്തോളം വിനയം കാണിക്കുക. ഒരു നല്ല മരം ഫലം കായ്ച്ച് ജനങ്ങളിലേക്ക് അത് ആശ്വാസമായി തണലായിട്ട് വരുമ്പോൾ അതിങ്ങനെ കൊമ്പ് താണു നിൽക്കുന്നത് പോലെ നമ്മുടെ ജീവിതം എപ്പോഴും താഴ്മയോടെ, വിനയത്തോടെ, അഹങ്കാരമില്ലാത്തൊരു രീതിയിലേക്ക് വിശ്വാസി അവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്നാണ് ഈ വാക്കിലൂടെ പറയുന്നത്. അതിനുശേഷം വഖ്സിദ് ഫി മശീക, നടത്തത്തിലൊരു മിതത്വം പാലിക്കണം. നടത്തത്തിൽ ഒരു മിതത്വം പാലിക്കണം. ചെറുങ്ങനെ അല്ലെങ്കിൽ പതുക്കെ സാവകാശം നടക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ നെഞ്ചു വിരിച്ച് ഒരു ധിക്കാരിയായി ഞാനാണെല്ലാം എന്ന് കരുതുന്ന അവനവൻ സ്വാർത്ഥത ഒരിക്കലും അവൻ്റെ സഞ്ചാരത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ ആരും ഇഷ്ടപ്പെടുകയില്ല, പടച്ചവൻ ഇഷ്ടപ്പെടുകയില്ല എന്ന് മാത്രമല്ല, അത്തരം ആളുകളെ ഉള്ളുകൊണ്ട് പലപ്പോഴും നമ്മൾ വെറുക്കുന്നവരായിരിക്കും. അതിനുശേഷം പറയുന്നത് വഗ്ലുൽ മിൻ സൗത്തിക, നിൻ്റെ ശബ്ദം ഒന്ന് ഒതുക്കണം, ശബ്ദം പതുക്കെയാക്കണം എന്ന് കരുതി ആവശ്യത്തിന് ശബ്ദം ഉപയോഗിക്കരുത് എന്നല്ല ഇതിൻ്റെ സൂചന. പലപ്പോഴും ഒരു സംസ്കാര സമ്പന്നനായ ഒരാളെ മനസ്സിലാക്കേണ്ടത് അരോചകമായ ശബ്ദം പുറപ്പെടുവിക്കാതെ, എപ്പോഴും ബഹളം നിറഞ്ഞ സംസാരം പുലർത്താതെ ശബ്ദത്തിൽ മിതത്വം താഴ്ത്തി സംസാരിക്കണമെന്ന് പറയുന്നത്. ലോവർ, പതുക്കെ സംസാരിക്കാനാണ് പറയുന്നത്. അപ്പോൾ നല്ല എല്ലാം തികഞ്ഞവൻ്റെ സംസാരം എപ്പോഴും ഒരു മിതമായിരിക്കും, സൗമ്യമായിരിക്കും. അതിനുശേഷം പറയുന്നത് ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ഏറ്റവും അരോചകമായിട്ടുള്ള ശബ്ദം കഴുതയുടെ ശബ്ദമാണ്. അതെല്ലാവർക്കും അറിയാം. നമ്മൾ പറയാറുണ്ട് കഴുതരാഗം പോലെയെന്ന്, കഴുത പാടുന്ന പോലെ എന്നൊക്കെ പറയാറുണ്ട്. കഴുതയെ പലപ്പോഴും അങ്ങനെ ചില മോശമായ കാര്യത്തിൽ ഉദാഹരിക്കാറുണ്ട് ജനങ്ങൾ. പൊതുജനം കഴുതകളാണെന്നൊക്കെ പറയും. അപ്പോൾ മണ്ടത്തരത്തിന് അല്ലെങ്കിൽ അല്പത്തരത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ നിലവിളി ശബ്ദത്തിനെയൊക്കെ പറയുമ്പോൾ ഈ കഴുതയുടെ ശബ്ദം പറയാറുണ്ട്, കഴുതരാഗം എന്ന് പറയാറുണ്ട്. അപ്പോൾ അരോചകമായ ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് സമൂഹത്തിൽ അസ്വസ്ഥത പടർത്തരുത്, നിങ്ങൾ ശാന്തമായി പതുക്കെ സംസാരിക്കൂ എന്നാണ് ഖുർആൻ ലുക്മാൻ ഹക്കീമിൻ്റെ ഈ സാരോപദേശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ ഈ സാരോപദേശത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് മുഖം ചുളിക്കരുത്, മുഖം തിരിച്ചു കളയരുത്, അതുപോലെ തന്നെ പൊങ്ങച്ചക്കാരനായും അഹങ്കാരിയായിട്ടും നടക്കരുത്, അതുപോലെ തന്നെ ശബ്ദത്തിലും നടത്തത്തിലും ഒതുക്കവും അടക്കവും പാലിക്കുക. ഇത്തരം മാർഗനിർദ്ദേശങ്ങളാണ് പ്രവാചകനായി പോലും വിശേഷിപ്പിക്കപ്പെടുന്ന ലുക്മാൻ റളിയല്ലാഹു അൻഹു നമുക്ക് നൽകുന്ന ഉപദേശം. ഈ 8 ഉപദേശത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ വ്രതാനുഷ്ഠാൻ പുലർത്തുന്നവർ, സൽക്കർമ്മം പുലർത്തുന്നവർ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് മുറുകെ പിടിക്കാൻ ശ്രമിക്കണം. അല്ലാത്ത കാലത്തോളം നമ്മുടെ വിശ്വാസമൊന്നും സ്വീകരിക്കപ്പെടില്ല, സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം പാഴായി പോകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസരായി നല്ല അടിമകളായി മാറാൻ പടച്ച തമ്പുരാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.